നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ എന്ന ഈ ജ്യോതിഷ സെഗ്മെൻറ്റിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ജൂലൈ മാസം 14-ാം തീയതി, അതായത് 1200 മിഥുനമാസം 30-ാം തീയതി തിങ്കളാഴ്ച സോമവാരം, ആ സോമവാരത്തിലെ എല്ലാ ശുഭാശുഭ ഫലങ്ങളുമൊക്കെയാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് 6:14 അസ്തമയം വൈകിട്ട് 6:47 നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല. നാളത്തെ തിഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. ചതുർത്ഥി ഒരു രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ഏതൊക്കെയാണ് രിക്താതിഥികൾ? ചതുർത്ഥി 4-ാമത്തെ തിഥി, അപ്രകാരം നവമി 9-ാമത്തെ തിഥി, അപ്രകാരം ചതുർദശി 14-ാമത്തെ തിഥി. അത് കറുത്തപക്ഷത്തിലേതായത്, വെളുത്ത പക്ഷത്തിലേതായത് തിഥി അത്ര ഗുണമല്ല. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിസ്ത്രീ വിഭവ തിഥി ശ്രവണദഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തിഥി ശ്രവിക്കുന്നതിലൂടെ സമ്പത്താണ്. അതിനാൽ കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയായാലും 4-ാമത്തെ തിഥിയായാലും വെളുത്ത പക്ഷത്തിലേതായാലും നാം ശുഭകാര്യങ്ങൾക്ക്, സാമ്പത്തിക വിഷയങ്ങൾക്ക് ഉപയോഗിക്കാത്ത തിഥിയാകുന്നു. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളെ കാലത്ത് 6:40 വരെ അവിട്ടം നക്ഷത്രം, 6:40 മുതൽ ശക്തമായ ചതയം നക്ഷത്രമാണ്. ചതയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. പക്ഷേ നാളത്തെ തിഥി ഗുണമല്ല. അതിനാൽ ചതഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പഴയകാലത്ത് പലരും പറയും ചതയം നക്ഷത്രം ചതഞ്ഞു പോകുന്ന നക്ഷത്രമാണെന്ന്. പക്ഷേ വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ നക്ഷത്രമായാലും സഖാവ് E.K. നായരുടെ നക്ഷത്രമായാലും ചതയം അവർക്ക് അങ്ങേയറ്റം നല്ല ദൈവികമായ എല്ലാ കഴിവുകളും നൽകുന്നു. നാളെ ധനപരമായ ഒരു കാര്യങ്ങൾക്കും മേൽപ്പറഞ്ഞ ചതുർത്ഥി തിഥി അഭികാമ്യമല്ല. എങ്കിലും നിങ്ങൾ ബാങ്കിൻ്റെ മാറ്റേഴ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നാളെ 11:15 മുതൽ 1 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നീക്കി വെക്കാവുന്നതാണ്. അത് യാത്രയായാലും മറ്റേത് വിഷയമായാലും സാമ്പത്തിക വിഷയത്തിൽ മാത്രം ജാഗ്രത പുലർത്തുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചതയ നക്ഷത്രക്കാർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.